പശ്ചിമബംഗാളിൽ ഒബിസി ലിസ്റ്റിൽ വൻ അഴിച്ചുപണി. 66 ജാതികളെ നിലനിർത്തി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. 2010 മുൻപ് ഒബിസി ലിസ്റ്റിലുണ്ടായിരുന്ന 66 വിഭാഗങ്ങൾക്ക് 7% സംവരണം അനുവദിച്ചു. കൊൽക്കത്ത ഹൈക്കോടതിയുടെ 2024 ചരിത്രപരമായ വിധി പൂർണ്ണമായും പാലിച്ച് പുതിയ വിജ്ഞാപനം. മുസ്ലിം സമുദായത്തിലെ ചില പരമ്പരാഗത വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പുതിയ ഉത്തരവിലൂടെ സംവരണ ആനുകൂല്യം ലഭിക്കും. വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഏറെ നിർണായകമായ ഒരു നീക്കം, ചുവടുവയ്പ്, മറ്റ് വിശദാംശങ്ങൾ. സുരേഷ്, 2024 മെയ്യിലാണ് കൊൽക്കത്ത ഹൈക്കോടതി വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതായത് മമതാ സർക്കാർ മുന്നോട്ട് വെച്ച OBC സംവരണ പട്ടികയിൽ അനർഹർ ധാരാളമായി ഉൾപ്പെട്ടു എന്നുള്ളതായിരുന്നു കോടതി കണ്ടെത്തിയത്. അതിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് അനർഹമായി സംവരണം നൽകി എന്നുള്ളതും വളരെ വ്യക്തമായിരുന്നു. അത് റദ്ദാക്കണമെന്നുള്ളത് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന് സർക്കാർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം സുവേന്ദു അധികാരി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അത്തരം സംവരണ ലിസ്റ്റുകൾ, അതായത് ഇതുമായി കോടതി പറഞ്ഞ ഉത്തരവനുസരിച്ചുള്ള ഒരു നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ അനർഹരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇന്നിപ്പോൾ പുതിയൊരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. അതിലാണ് 66 വിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ 66 വിഭാഗങ്ങളിൽ മുസ്ലിം വിഭാഗങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഇവർക്ക് 7% സംവരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പരമ്പരാഗത മുസ്ലിം വിഭാഗങ്ങൾക്കും ഈ സംവരണത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അതിൽ മറ്റ് വിഭാഗങ്ങളും ഇതിൽ ഉണ്ട് എന്നുള്ളതും, അതായത് ഹിന്ദു വിഭാഗങ്ങളെ മാത്രമല്ല മറ്റ് മുസ്ലിം വിഭാഗങ്ങളിലെ പരമ്പരാഗത ആൾക്കാരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തരം ഈ നടപടികൾ പരിശോധിച്ചാൽ 7% സംവരണം, ഈ 66 വിഭാഗങ്ങൾക്കായി 7% സംവരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സർക്കാർ ജോലികളിലും മറ്റ് ആനുകൂല്യങ്ങൾക്കും ഈ സംവരണം ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. ഇപ്പോൾ പുനഃപ്രസിദ്ധീകരിച്ച ഈ 66 പട്ടികയിൽ അതിൽ 2010 മുമ്പ് സംവരണമുണ്ടായിരുന്ന വിഭാഗങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഏതായാലും വളരെ ശുദ്ധീകരിച്ച ഒരു പട്ടികയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ അനർഹർ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. അർഹരെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ സുവേന്ദു അധികാരി സർക്കാർ പുതിയ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. ശരി, നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.